ഡാർക്ക് വൈബ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഒരു കിഡിലൻ സീരീസ്. മൾട്ടിവേഴ്സ്, ഓൾട്ടർനേറ്റ് ടൈം ലൈൻ, പാരലൽ സ്പേസ്. തീർച്ചയായും നമ്മൾ ഈ കുറച്ചു കാലങ്ങളായി കണ്ടുമടുത്ത കൺസെപ്റ്റാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഐഡിയയിലൂടെ ഒരു പുതുമ കൊണ്ടുവന്നിട്ടുള്ള ഒരു കിഡിലൻ സീരീസാണ് ഡാർക്ക് മാറ്റർ. അന്ന് അങ്ങനെ ചെയ്തിരുന്നതിൽ ഇന്ന് എവിടെത്തിയനെ എന്ന് നമുക്ക് വരുന്നൊരു തോന്നലുണ്ടല്ലോ. ആ തോന്നലിനെ സത്യമാക്കിയെടുക്കാൻ കെൽപ്പുള്ള ഒരു ലോകം, അതാണ് ഡാർക്ക് മാറ്ററിൻ്റേത്. ഡാർക്ക് മാറ്റർ സത്യത്തിൽ 2014 ഇറങ്ങിയ ഒരു നോവലിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്ന് റീക്രിയേറ്റ് ചെയ്തതാണ്. നല്ലവണ്ണം വർക്ക് ചെയ്യേണ്ടതായ ഒരു സീരീസാണത്. ഡാർക്ക് കണ്ട് തലപൊഞ്ഞ ടീംസിന് ട്രൈ ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് സീരീസാണ്. ആപ്പിൾ TV ആണ് പ്രൊഡക്ഷൻ. ഈ 1ാം സീസണിലാകെയുള്ളത് 9 എപ്പിസോഡുകളാണ്. അപ്പോൾ നമുക്ക് ഡാർക്ക് മാറ്റർ വേൾഡിലേക്ക് കടന്നാലോ. ഇരുട്ട് മൂടിയൊരു വെയർഹൗസ്. ഉള്ളിൽ പ്രത്യക്ഷമായൊരു ബോക്സ് തുറന്ന് തോളിലൊരു ബാഗുമിട്ട് അവിടെ ആരോ ഒരാൾ ടോർച്ച് ലൈറ്റിൻ്റെ വെട്ടത്തിൽ ചുറ്റുമൊന്ന് നോക്കുന്നു. അവിടെ നമ്മൾ കാണുകയാണ് വളരെ വിചിത്രമായ ഒരു രൂപത്തോടെയുള്ള ബോക്സ്. അത് കഴിഞ്ഞിരിക്കുന്നു. മോർണിംഗ് അലാം. അത് കേട്ടുണരുന്ന ഒരു മധ്യവയസ്കൻ. അടുത്തുള്ള തൻ്റെ ഭാര്യയെ ഒന്ന് തലോടി അയാൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഒരു കോഫി ഉണ്ടാക്കാനായി കിച്ചണിലേക്ക് കടക്കുന്നു. ആ കോഫി ഒന്ന് റെഡിയാകുമ്പോഴേക്കും നമുക്കവരെ ഒന്ന് പരിചയപ്പെടാം. ജെയ്സൺ ഡസൻ. അതാണ് ആ മധ്യവയസ്കൻ്റെ നാമധേയം. ആളൊരു ഫിസിക്സ് പ്രൊഫസറാണ്. ഭാര്യ ഒരു ആർട്ട് ഗാലറി നടത്തുന്ന ഡാനിയല്ല. ഒറ്റ മകൻ പൊന്നോമനയായ 15-കാരൻ ചാർലി. ഈ കുടുംബത്തിൻ്റെ സാധാരണ ജീവിതം അപ്പാവിടെ കുഴഞ്ഞു മറിയാൻ പോവുകയാണ്. എങ്ങനെയെന്നാൽ കോഫി റെഡി ആയിട്ടുണ്ട്. അത് കുടിച്ച് എല്ലാവരും ഒരുങ്ങി അവരവരുടെ പാട് നോക്കി പോകാൻ തയ്യാറെടുക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ മകൻ്റെ സ്റ്റഡീസ് റിവൈസ് ചെയ്യുമ്പോൾ ജെയ്സണോട് ചാർലിക്ക് ഒരു ആഗ്രഹം പറയാനുണ്ട്. ഇന്ന് സ്കൂളിലേക്ക് ഞാൻ കാർ ഓടിച്ചോട്ടെ. ഇത് കേട്ടാണ് ഡാനിയല അവിടേക്ക് എത്തുന്നത്. കേട്ടപാടെ അത് വേണോ എന്ന രീതിയിൽ ചുമ്മാ ഒന്ന് കളിയാക്കി ഇരുവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ പിറകെ ഈ പുരുഷ കേസരികളും ഇറങ്ങുന്നു. എന്ത് നല്ല ഹാപ്പി ഫാമിലി. വീടിനടുത്തായി ഒരു റെയിൽവേ കാണാം. അച്ഛനും മകനും ഒരുമിച്ചാണ് യാത്ര. പക്ഷെ ഡാനിയല മറ്റൊരു വഴിയാണ്. അങ്ങനെ ചാർലിക്ക് കാർ ഓടിക്കാൻ നൽകി അവൻ പതിയെ ബ്ലാവി വണ്ടി ഓടിക്കുമ്പോൾ ജെയ്സണ് ഒരു വീഡിയോ കോൾ വരികയാണ്. റയാൻ ജെയ്സന്റെ കോളേജ് മേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റും. പതിവില്ലാതെ രാവിലെ തന്നെ എന്തോ ഒരു വീഡിയോ കോൾ എന്ന് വിചാരിച്ച് അറ്റൻഡ് ചെയ്യുമ്പോഴാകട്ടെ റയാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ദൈവമേ, ഞാൻ പറയുന്നത് ഇത്തിരി സീനുള്ള കാര്യമാണ് ജെയ്സൺ. എനിക്ക് പാവ്യ പ്രൈസ് കിട്ടി. ആധുനിക ശാസ്ത്രത്തിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന $1 മില്യൺ സയൻസ് അവാർഡ്. ഇത് നിനക്ക് കിട്ടേണ്ടതാണ്. നിനക്ക് നല്ലോണം അറിയാമെന്ന് പറയുന്ന റയാനോട് അതിലൊരു കാര്യവുമില്ലെന്നും എനിക്ക് വളരെ സന്തോഷമായെന്നും പറഞ്ഞ് കട്ട് ചെയ്യുന്നു. റയാൻ്റെ രാത്രിയിലെ സെലിബ്രേഷൻ പാർട്ടിയുടെ ക്ഷണമേറ്റ് വാങ്ങിക്കൊണ്ട്. എങ്കിലും ചെറിയൊരു അസൂയ ജെയ്സന്റെ മുഖത്ത് കാണാം. ഒരു നല്ല ജീവിതമാണെങ്കിൽ കൂടെ ആഗ്രഹിച്ച ഒരു ജീവിതമല്ല ജെയ്സൻ്റേത്. ഒരു കാലത്ത് ആസ്ട്രോഫിസിസ്റ്റായി വലിയ ശാസ്ത്ര നിഗൂഢതയിലേക്ക് ചികഞ്ഞ് തലപോഞ്ഞാൾ ഇപ്പോൾ കോളേജിൽ ബോറിംഗ് ക്ലാസ് നടത്തേണ്ട അവസ്ഥ. ഡാനിയല ചായം പൂശിയ വരയിലൂടെ ആർട്ട് ഗാലറി നടത്തുന്നതോടൊപ്പം തന്നെ തൻ്റെ ഇഷ്ടമായ സൈക്ലിങ്ങിലും റണ്ണിങ്ങിലും നീന്തൽ മത്സരങ്ങളിലും എല്ലാം പങ്കെടുക്കുന്ന ഒരു ട്രയത്ലറ്റ് ആണെന്ന് മനസ്സിലാക്കാം. രാവ് ഉദിച്ചിരിക്കുന്നു. കടകളെല്ലാം അടച്ചിട്ട ഒരു ഇടവഴിയിലൂടെ ഒരാൾ നടന്നതിലൊന്നിൻ്റെ ഷട്ടർ തുറന്ന് അകത്തേക്ക് കയറുന്നു. ബാറ്ററിയും കുറേ പണവും 3-4 സെൽഫോണും മറ്റുമൊക്കെയായി എന്തോ പരിപാടിയാണ്. അയാളൊരു നോട്ട്ബുക്ക് എടുത്തെഴുതുന്നു. ചാർലി ഇന്ന് സ്കൂളിലേക്ക് തനിയെ വണ്ടി ഓടിച്ചു പോയി. അത് ജെയ്സണാണ്. കയ്യിലൊരു വയലുമുണ്ട്. എന്തോ നീല ദ്രാവകം. അത് സെറ്റ് ചെയ്യുന്നു. ജെയ്സണ് ഇങ്ങനെയൊരു രഹസ്യ സങ്കേതം എന്തിനു വേണ്ടിയാണ്? നമുക്ക് നോക്കാം. നേരെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ റൊമാൻറ്റിക്കായ അത്താഴത്തിരക്കിലാണ് ജെയ്സണും ഡാനിയലയും. ചാർലിയും ഓരോരുത്തുണ്ട്. ഇടയിൽ ജെയ്സന്റെ ഫോണിൽ തുടർച്ചയായി നോട്ടിഫിക്കേഷൻ വരുന്നതുകൊണ്ട് എടുത്തു നോക്കുന്ന ഡാനി അത് റയാൻ്റെ മെസ്സേജ് ആണെന്നും എവിടെയെന്ന് ചോദിക്കുന്നതായെന്നും പറയുമ്പോൾ ജെയ്സൺ റയാന് പാവ്യ പ്രൈസ് കിട്ടിയ കാര്യം പറയുന്നു. ഇത് കേട്ട് വണ്ടടിച്ച് നിൽക്കുന്ന ഡാനിയോട് ഇതതിൻ്റെ പാർട്ടിക്ക് വിളിക്കുന്നതാണെന്നും തനിക്ക് പോകാൻ താല്പര്യമില്ലെന്ന പറച്ചിൽ കേട്ട് ഡാനി ഇതെവിടെ വെച്ചാണെന്ന് അന്വേഷിക്കുമ്പോൾ അവരുടെ ലൊക്കാലിറ്റിക്ക് തൊട്ടടുത്ത്. റയാൻ അയാളുടെ വീടിനടുത്തുള്ള എവിടെയെങ്കിലും വെച്ച് നടത്താതെ ഇവിടെ അടുത്ത് തന്നെ ഈ പാർട്ടി നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനാണെന്ന് കറക്റ്റ് കാര്യം പറഞ്ഞ് ഡാനി നിർബന്ധിച്ച് ജെയ്സനെ പാർട്ടിയിൽ പങ്കെടുക്കാൻ വിടുന്നു. വഴിയെ ഒരു വണ്ടി ജെയ്സനെ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ എത്തിയിരിക്കുകയാണ് പാർട്ടി നടക്കുന്ന ദ വില്ലേജ് ടാപ്പിൽ. കണ്ടപാടെ റയൻ വന്ന് കെട്ടിപ്പിടിക്കുന്നു. അതിയായ സന്തോഷം. ഡാനിയൽ നിർബന്ധിച്ചുകൊണ്ടാണോ വന്നതെന്ന് ചോദിച്ച് ഇവന് സ്കോച്ചാണ് ഇഷ്ടം, അതെടുക്കുന്നും പറഞ്ഞ് തൻ്റെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തുകയാണ്. ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആഴം നമുക്ക് നല്ലോണം മനസ്സിലാക്കാം. പ്രത്യേകിച്ച് റയാൻ്റെ ജെയ്സണോടുള്ള കടപ്പാട് പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തം. നേരത്തെ പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ, ഇത് നിനക്ക് കിട്ടേണ്ട അവാർഡായിരുന്നുവെന്ന്. റയാൻ ജെയ്സനെ മാറ്റി നിർത്തി ഒരു ഫുൾ സ്കോച്ച് കുപ്പിയൊക്കെ നൽകി താനൊരു ന്യൂറോടെക് കമ്പനി തുടങ്ങാൻ പോവുകയാണെന്നും അതിൽ ജെയ്സൺ വേണമെന്നും കോളേജിനേക്കാൾ ഒരു ബെസ്റ്റ് ജോബ് ഓഫർ നൽകുന്നു. എന്നാലത് അവിടെ നിന്നും ദൂരെ മാറി സാൻ ഫ്രാൻസിസ്കോയിലാണ്. ഡാനിയോടും ചാർലിയോടും ഒന്ന് ചർച്ച ചെയ്യാൻ റയാൻ പറയുമ്പോൾ പാർട്ടി നടക്കട്ടെ എന്ന് പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് നടക്കുന്ന ജെയ്സന്റെ മനസ്സ് ഇക്കാര്യത്തെപ്പറ്റിയുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുന്നു. എന്തായെന്ന് തിരക്കാൻ വിളിക്കുന്ന ഡാനിയലയുടെ കോൾ കട്ട് ചെയ്ത് കുറച്ച് പൂസായി നടക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചൊരു മഴയും വീഴുകയാണ്.
ഒരു 100 രൂപ തരുമോ ചായ കുടിക്കാൻ? ഇടയ്ക്കൊരു പിച്ചക്കാരൻ ചോദിക്കുന്നത് കേട്ട് കാശ് എടുക്കുമ്പോൾ പെട്ടെന്ന് ഒരുവൻ തോക്കും ചൂണ്ടി ഓടി വരുന്നു, അനങ്ങരുതെന്നും പറഞ്ഞ്. മാസ്ക് ധരിച്ചയാൾ ജെയ്സന്റെ ഫോൺ പിടിച്ചു വാങ്ങി അവിടെ കിടക്കുന്ന ഒരു കാറിൽ കയറ്റി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വണ്ടി എടുക്കാൻ പറയുന്നു. ജെയ്സൺ എന്താ ഉദ്ദേശമെന്നറിയാതെ തോക്കിൻ്റെ മുനയിൽ അനങ്ങാതെ വണ്ടി ഓടിക്കുമ്പോൾ മാസ്ക്മാൻ, ജെയ്സൺ നേരെ നോക്കി വണ്ടി ഓടിക്കുക. എന്താ നിൻ്റെ ഫോണിൻ്റെ പാസ്പോർട്ട്? ആ എനിക്കറിയാം, അച്ഛൻ്റെ ബർത്ത്ഡേ റിവേഴ്സ് അതല്ലേ? അടിച്ചു നോക്കുമ്പോൾ അത് ശരിയാണ് താനും. ചാറ്റിൽ ഡാനി റയാൻ്റെ പാർട്ടിയെപ്പറ്റി ചോദിക്കുന്നതും തനിക്കിഷ്ടമുള്ള ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വരാനുള്ള മെസ്സേജൊക്കെ കണ്ട് റയാനുമായിട്ട് എന്താണെന്നുള്ള ചോദ്യത്തിന് പുള്ളി ഒരു ന്യൂറോടെക് കമ്പനി തുടങ്ങുന്നെന്നും അതിലേക്ക് ജോലി ചെയ്യാൻ വിളിച്ചെന്നും ജെയ്സണിൽ നിന്നും മനസ്സിലാക്കുന്നതോടെ പെട്ടെന്ന് ആ മാസ്ക്മാൻ വഴിതിരിക്കാൻ പറയുന്നു. അത് ചെന്നെത്തുന്നത് ഒരു വെയർഹൗസിൽ, നമ്മൾ തുടക്കത്തിൽ കണ്ട അതേ സ്ഥലത്ത്. എത്തിയപാടെ ജെയ്സന്റെ തലക്കടിച്ച് വണ്ടിയിൽ നിന്നും വലിച്ചു പുറത്തിട്ട ശേഷം കയ്യിലെ മോതിരം വലിച്ചൂരിയെടുത്തിട്ട് വസ്ത്രം മൂരാൻ പറയുന്നു ആ മുഖംമൂടി ധരിച്ചയാൾ. ശേഷം ട്രൗസർ ഇട്ട് നിൽക്കുന്ന ജെയ്സൺ അയാൾ ഒരു ടോർച്ച് നൽകി തോക്ക് ചൂണ്ടി നടക്കാൻ പറയുന്നു. പടിയിറങ്ങി നടക്കുന്ന വഴിക്ക് പെട്ടെന്ന് ജെയ്സൺ അയാളെ പിടിച്ച് കൈ അടുത്തുള്ളൊരു കൂർത്ത കമ്പിയിലേക്ക് തറപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നെങ്കിലും സ്കോച്ചിന്റെ കെട്ടിറങ്ങാത്ത ജെയ്സനെ തറയിലേക്ക് തള്ളിയിട്ട് ഒരു സിറിഞ്ച് എടുത്ത് പ്രയോഗിക്കുന്നതോടെ ഇനി അധികം സമയമില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ചിരിക്കുന്ന ഒരു ബാഗ് എടുത്ത് അതിലുള്ള ഡ്രസ്സ് ബോധം പോകുന്നതിന് മുന്നേ ധരിക്കാൻ പറയുന്നു. നമ്മളെന്താ ഇവിടെ? ബോധം നശിച്ച് അവശനായിക്കൊണ്ടിരിക്കുന്ന ജെയ്സൺ ചോദിക്കുകയാണ്. മാസ്ക്മാൻ ആകട്ടെ ഒരു പ്രത്യേകതരം ബോക്സ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് നീ നിന്റെ ജീവിതത്തിൽ തൃപ്തനാണോ എന്ന് ചോദിക്കുകയാണ്. ജീവിതം വേറെ എങ്ങനെയും ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെന്ന് തോന്നുന്നുണ്ടോ? ജെയ്സൺ ഒന്ന് ആലോചിച്ചിട്ട് അതെ എന്ന് മെല്ലെ പറയുമ്പോൾ, എന്നാൽ നീ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്ക്. നല്ലവണ്ണം പേടിയുണ്ടാകും, പക്ഷേ നിനക്കതിന് കഴിയും. സോറി ജെയ്സൺ, ഞാനിതെല്ലാം നമ്മൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ബോത്ത് ഓഫ് അസ്. ഇങ്ങനെ പറയുന്നു. ആരാ നീ? പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. ജെയ്സന്റെ ബോധം പൂർണ്ണമായി നശിച്ചിരിക്കുന്നു. ബോധം വരുമ്പോൾ ഏതോ ICU പോലൊരു സ്ഥലത്താണ്. ചെക്കപ്പ് തകൃതിയായി നടക്കുന്നു. ശേഷം ഒരു ഗ്ലാസ് മുറിക്കുള്ളിൽ നിർത്തി ക്ലീനാക്കിയ ശേഷം മറ്റൊരു ഡ്രസ്സ് ധരിപ്പിച്ചൊരു ബെഡ്റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു. മൂക്കിലും നെറ്റിയിലുമൊക്കെ മുറിപ്പാടുണ്ട്. ജെയ്സൺ എഴുന്നേറ്റ് കതക് തുറക്കാൻ നോക്കും, പക്ഷേ ലോക്ക്ഡാണ്. മുറിയിൽ വെച്ചിട്ടുള്ളൊരു പാക്കറ്റ് അഴിച്ച് നോക്കാനെടുക്കുമ്പോൾ കതക് മുട്ടി ഡിജിറ്റൽ ലോക്ക് ഓപ്പൺ ചെയ്ത് ഒരാൾ അവിടേക്ക് കടന്നു വരുന്നു. ഒരു സ്ത്രീയാണ്. നിറ കണ്ണുകളോടും സന്തോഷത്തോടും കൂടെ അവർ നടന്നു വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഒന്നും മനസ്സിലാകാതെ ജെയ്സൺ ആരാണെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും ചോദിക്കുമ്പോൾ, മനസ്സിലായില്ലേ എന്നമ്പറന്ന് താൻ അമാൻഡയാണെന്നും നിങ്ങൾ ക്വാറന്റൈൻ ക്ലിയർ ചെയ്ത് റേഡിയേഷനിൽ നിന്നും അണുക്കളിൽ നിന്നും മുക്തി നേടിയതായും പറയുന്നതെല്ലാം കേട്ട് ആകെ കൺഫ്യൂസ്ഡാണ് ജെയ്സൺ. ഏതാണ് ഈ സ്ഥലം? അമാൻഡ ജെയ്സനെ നേരെ ഒരു ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവിടെയുള്ള ആളെ കണ്ട് അതിശയിക്കുന്നു. ലെയ്റ്റൺ എന്ന തൻ്റെ ദീർഘനാൾ കാണാതിരുന്ന ക്ലാസ്മേറ്റിനോട് ഇതെല്ലാം എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഇത് നിന്റെ വിജയമാണെന്ന് പറഞ്ഞിരുത്തി ഒരു ക്യാമറ ഓണാക്കിയിട്ട്, ഞാൻ അമാൻഡ ലൂക്കസ്, ലാബ് സൈക്യാട്രിസ്റ്റ്. എന്നോടൊപ്പമുള്ളത് നമ്മുടെ CEO ലെയ്റ്റൺ വാൻസും കൂടെ നമ്മുടെ ചീഫ് സയൻസ് ഓഫീസറും കോ-ഫൗണ്ടറുമായ ജെയ്സൺ ഡസൻ. എന്താ? ലെയ്റ്റൺ എന്തിലോ ക്ലിക്ക് ചെയ്യുമ്പോൾ ജനറൽ ട്രാൻസ്പെറൻ്റായി മാറിയിട്ട് പുറത്തു നിന്ന് ആൾക്കാർ കൈകൂട്ടുകയാണ് ജെയ്സനെ നോക്കി. ആൾക്കാർ എത്തിപ്പെടാൻ തിരക്ക് കൂട്ടുന്ന ഈ സ്ഥലത്തു നിന്ന് മടങ്ങിയ ഏക വ്യക്തി നീയാണെന്നും ഇക്കഴിഞ്ഞ 14 മാസം എവിടെയായിരുന്നെന്ന് ഓർത്തെടുക്കാൻ ജെയ്സണോട് ലെയ്റ്റൺ പറയുമ്പോൾ, അവസാനമായി താൻ റയാൻ്റെ പാർട്ടി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു എന്ന് പറയുന്ന ജെയ്സൺ പെട്ടെന്ന് ശുഭിതനായി തനിക്ക് വീട്ടിൽ പോകണമെന്ന് വാശി പിടിക്കുന്നതിനെ തുടർന്ന് പുറത്തേക്ക് മറ്റെന്തിനോ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്നടുത്തുള്ള ലിഫ്റ്റിലേക്ക് ചാടിക്കേറി താഴേക്ക് എത്തുമ്പോൾ അവിടെ എൻട്രൻസ് ലോക്ക്ഡ്. ബയോമെട്രിക്സിൽ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോൾ അവിടേക്കൊരു ഉദ്യോഗസ്ഥൻ വരുന്നു. ബാഡ്ജ് എടുക്കാൻ മറന്നോ ഡോക്ടർ ജെയ്സൺ? കുറേ നാളായല്ലോ കണ്ടിട്ടെന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന ബാഡ്ജ് വെച്ച് എൻട്രൻസ് തുറക്കുന്നതും ലെയ്റ്റണും സംഘവും അവിടേക്ക് എത്തുന്നു. ഇത് കണ്ട് തകർത്തോടിക്കൊണ്ട് വേലി ചാടി നേരെ റോഡിലെത്തി ഭാഗ്യത്തിന് ലഭിച്ചൊരു ടാക്സിയിൽ കയറി തൻ്റെ വീട്ടഡ്രസ്സ് പറഞ്ഞ അവിടേക്ക് പെട്ടെന്നെത്താൻ പറഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഫോണും വീടിൻ്റെ താക്കോലും പേഴ്സും കോട്ടിലുണ്ട്, പക്ഷേ പേഴ്സിലെ ID ഇല്ല. സമയം 2 മണിയോടടുക്കുന്നു. ഡാനിയല ഉറങ്ങാതെ കാത്തു നിൽക്കുകയാണ്. ജെയ്സണൊടുവിൽ വീട് പിടിച്ചിരിക്കുന്നു. ആശ്വാസം. തുറന്നകത്തേക്ക് കയറി മുകളിലേക്ക് പോകാൻ നേരം അടുക്കളയിൽ നിന്നുള്ള വിളി കേട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. വാട്ട് ദ? ഇതേ സമയം ആ മാസ്ക്മാൻ മാസ്ക് ഒരു കാറിൽ വെച്ച് വീട്ടിലേക്ക് കയറുകയാണ്. ജെയ്സന്റെ അതേ വീട്. ഉള്ളിൽ കയറി അടുക്കളയ്ക്കടുത്തേക്ക് ചെല്ലുമ്പോൾ അതാ ഡാനിയൽ. നിങ്ങളുടെ ഫുഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ആ ആൾ അത് ജെയ്സനാണ്. പക്ഷേ മുഖത്ത് മുറിവോ പാടുകളോ ഒന്നുമില്ല. വീട്ടിൽ വളരെ താമസിച്ചെത്തിയതിലും ഫോൺ അറ്റൻഡ് ചെയ്യാഞ്ഞതിലും അപ്സെറ്റായി നിൽക്കുന്ന ഡാനിയെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് റയാൻ്റെ ജോബ് ഓഫറെ പറ്റി പറയുന്നു. എന്നിട്ട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഒരുമിക്കാൻ തീരുമാനമെടുത്തപ്പോൾ താൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ എന്ന് ജെയ്സന്റെ ചോദ്യത്തിന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ വാക്കുകൾ പറയുന്നു. ഒടുക്കം ജീവിതത്തിൽ തണുത്ത ഉപയോഗമില്ലാത്തൊരു ലാബിനേക്കാളും നിന്നോടൊപ്പമുള്ള ഓർമ്മകൾ മതി എനിക്ക്. ഡാനിയുടെ പരിഭവം ഇതോടെ മാറുമ്പോൾ ഡാനിയോടൊപ്പം ഇത്രയും നാൾ കഴിഞ്ഞ യഥാർത്ഥ ജെയ്സൺ. അയാൾ ഇതേ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഡാനിയുടെ സ്ഥാനത്ത് അമാൻഡയും. നീ എങ്ങനെ ഇവിടെ എത്തി? നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ലൈറ്റിട്ട് ചുറ്റുമൊന്ന് നോക്കുകയാണ്. വീട്ടിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
എന്താ ഇത്, തമാശ കളിക്കുവാണോ? എന്നിട്ട് ഡാനിയലെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിയിട്ട് ചാർലിയുടെ മുറിയിലേക്ക് കയറുമ്പോൾ അവിടെ അപ്പാടെ മാറ്റം. പക്ഷേ അതിലും ഞെട്ടൽ വരുന്നത് തൻ്റേതായ പേരിൽ അവിടെ ഇരിക്കുന്ന ഭാവി അവാർഡ് കാണുമ്പോഴാണ്. നേരെ അവിടെ കാണുന്ന ഫോൺ എടുത്ത് ഡാനിയലയുടെ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് മറ്റേതോ ഒരു സ്ത്രീ. വീണ്ടും ഡാനിയലെ എവിടെ നിന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ശകാരിച്ച സ്ത്രീ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ആരാണ് ഡാനിയല എന്ന് ചോദിക്കുകയാണ് അമാൻഡ. തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് മറ്റു മുറികളിലെല്ലാം നോക്കാൻ പോകുമ്പോൾ അമാൻഡയ്ക്കൊരു കോൾ വരുന്നു. അതവരാണ്, ലേറ്റേണും സംഘവും. എത്തിയോ ചോദിക്കാൻ വിളിക്കുമ്പോൾ താൻ ഒറ്റയ്ക്കൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും പുറത്തവരുടെ വണ്ടി വന്ന് നിൽക്കുകയായി. എവിടെയാണ് എൻ്റെ ഭാര്യ എന്ന് ചോദിക്കുന്ന ജെയ്സനെ നോക്കി നിങ്ങൾക്ക് ഭാര്യയില്ല എന്ന് അമാൻഡ പറയുന്നതും ഉടൻ വീടിൻ്റെ കതക് മുട്ടുന്നതും കേട്ട് ജെയ്സൺ പിറകിലെ കതക് തുറന്ന് ഓടുകയാണ്, ഒരു ഭ്രാന്തനെ പോലെ. ഇതേ സമയം ഡാനിയലയോടൊപ്പം സ്നേഹം പങ്കിടുകയാണ് മറ്റൊരു ജെയ്സൺ. ഷർട്ട് അഴിച്ച ശേഷം മുൻപ് വെയർഹൗസിൽ വെച്ച് നടന്ന ആ സംഭവത്തിലുണ്ടായ കയ്യിലെ മുറിവ് കണ്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന ഡാനിയോട് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. ഒരു പിടിയും തരാതെ പോകുന്ന ഒരു പൈലറ്റ് എപ്പിസോഡാണ് ഡാർക്ക് മാറ്ററിൻ്റേത്. ജെയ്സൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു ഇൻട്രോ മാറ്റി നിർത്തിയാൽ ആകെ കുഴഞ്ഞൊരവസ്ഥ. തുടക്കത്തിൽ നമ്മൾ വെയർഹൗസിൽ കാണുന്ന അയാൾ ജെയ്സണാണ്, മറ്റൊരു ജീവിതം ജീവിച്ച ജെയ്സൺ. നമുക്ക് ഈ വെർഷനെ ജെയ് എന്ന് വിളിക്കാം. ജെയ്യുടെ ജീവിതം എന്നത് പ്രൊഫസറായ ജെയ്സൺ സ്വപ്നം കണ്ടൊരു ജീവിതമാണ്. നിനക്ക് കിട്ടേണ്ട അവാർഡാണെന്ന് റയാൻ ജെയ്സണോട് പറയുമ്പോൾ ജെയ് അത് നേടിക്കഴിഞ്ഞതായി കാണാം ഒടുക്കം വരുന്ന സീനിലൂടെ. ഇതിപ്പോൾ ജെയ് മറ്റൊരു സമാന്തര സ്പേസിൽ നിന്നും ജെയ്സന്റെ സ്പേസിലെത്തി. തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അതാണ്, ഒരു ബോക്സിൽ നിന്നും ഇറങ്ങി വരുന്നത്. ശേഷം കണ്ടുപിടിച്ച ഒഴിഞ്ഞൊരു സ്റ്റോറേജ് യൂണിറ്റിൽ രാത്രി സിറിഞ്ചിനുള്ള സബ്സ്റ്റൻസ് ഒക്കെ സെറ്റ് ചെയ്ത് ഇയാളെ ഫോളോ ചെയ്യുന്നതിനൊടുവിൽ പാർട്ടി കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ പിടികൂടുന്നു. അങ്ങനെ വെയർഹൗസിൽ വെച്ചൊരു സ്വിച്ചിങ് ആണ് നടക്കുന്നത്. ജെയ് ജീവിച്ച സ്പേസിലേക്ക് ആ നിഗൂഢ ബോക്സിലൂടെ ജെയ്സനെ കടത്തിവിട്ട ശേഷം ഒരു ഫാമിലി മാൻ ജീവിതത്തിലേക്ക് കടക്കുന്നു ജെയ്. ജെയ്സനെ ഭീഷണിപ്പെടുത്തി കാറിൽ കൊണ്ടുപോകും വഴിയിൽ നിന്ന് മനസ്സിലാക്കിയ റയാന്റെ ജോബ് ഓഫർ തിരികെ വീട്ടിലെത്തുമ്പോൾ ഡാനിയലോട് അപ്ലൈ ചെയ്യുന്നു. പക്ഷേ ഒന്നിക്കുന്നതിന് മുന്നേ താൻ പറഞ്ഞ വാക്കുകളെപ്പറ്റി ചോദിക്കുമ്പോൾ കൃത്യമായി ഡാനിയല പറയുന്നുണ്ട്. ജെയ്സൺ ഡാനിയോട് പറഞ്ഞ ആ കാര്യം ജെയ്ക്ക് എങ്ങനെ അറിയാം എന്നതൊരു മിസ്റ്ററിയാണ്. മാത്രമല്ല 14 മാസം മുൻപ് തൻ്റെ സ്പേസിൽ നിന്നും ഒളിച്ചോടി ജെയ്യുടെ പ്രവർത്തനങ്ങളും നിഗൂഢമാണ്. ഇതൊക്കെ ചിന്തിച്ച് തലപോയിക്കാൻ തയ്യാറായിക്കോളൂ. നെക്സ്റ്റ് എപ്പിസോഡ് ഓൺ ദി വേ.